Your Honor, ഈ നിൽക്കുന്ന തോമാച്ചൻ എന്ന വ്യക്തി എന്റെ കക്ഷിയെ പട്ടാപ്പകൽ ആറ്റിൽ കൊണ്ടുപോയി മുക്കുമെന്ന് വധഭീഷണിപ്പെടുന്നു. ആയതിനാൽ എന്റെ കക്ഷിക്ക് പൂർണ്ണ സുരക്ഷ ഉറപ്പാക്കണമെന്ന് കോടതി മുൻപാകെ അഭ്യർത്ഥിക്കുന്നു. അയ്യോ സാറേ, ഞാൻ നിരപരാധിയാണ്. ഞാൻ മുക്കുവെന്നേ പറഞ്ഞിട്ടുള്ളൂ, മുക്കിയിട്ടൊന്നുമില്ലല്ലോ. ആദ്യം കൊടുത്താൽ മുക്കുവെന്ന് ഭീഷണിപ്പെടുന്നത് IPC സെക്ഷൻ 506 7 വർഷം കൊണ്ട് കണ്ട് 7 വർഷമോ? സാറേ, എന്റെ അപ്പൻ ഒരുപാട് പേരെ മുക്കിയിട്ടുണ്ട്. പക്ഷേ എന്റെ അപ്പൻ ഇതുവരെ കേസൊന്നും കിട്ടിയിട്ടില്ലല്ലോ. Your Honor, എന്റെ എതിർകക്ഷിയെ വിസ്തരിക്കാൻ അനുവദിക്കണമെന്ന് കോടതിയോട് അഭ്യർത്ഥിക്കുന്നു. തോമാച്ച, ഈ നിൽക്കുന്ന ഗോപാലകൃഷ്ണനെ താങ്കൾക്ക് എത്ര നാൾ കൊണ്ട് അറിയാം? 1.5 വർഷമായിട്ട് അറിയാം. താങ്കൾക്ക് ഈ ഗോപാലകൃഷ്ണനുമായി എന്തെങ്കിലും വ്യക്തിവൈരാഗ്യമുണ്ടോ? വ്യക്തിവൈരാഗ്യമോ? എനിക്ക് സ്നേഹം മാത്രമേ ഉള്ളൂ, അതുകൊണ്ടല്ലേ മുക്കണം എന്ന് പറഞ്ഞത്. സ്നേഹം കൊണ്ട് ഞെക്കിക്കൊല്ലുക എന്നൊക്കെ കേട്ടിട്ടുണ്ട്, മുക്കിക്കൊല്ലുക എന്ന് ആദ്യമായിട്ട് കേട്ടോ. അന്യോന്യം സ്നേഹിക്കണമെന്നാണ് കർത്താവ് എന്നെ പഠിപ്പിച്ചിരിക്കുന്നത്. അന്യോന്യം സ്നേഹിക്കാനാണെങ്കിൽ പിന്നെ കേസ് കൊടുക്കേണ്ട കാര്യമില്ലല്ലോ. യുവർ ഓണർ, നോട്ട് ദി പോയിന്റ്. ആ മുഖത്തേക്ക് നോക്കാം, ആ ചിരി കണ്ടോ? സ്നേഹം ഇല്ലെങ്കിൽ ഇങ്ങനെ ചിരിക്കാൻ പറ്റുമോ സാറേ? അതിപ്പോ ശരിയാണല്ലോ. ഇതിപ്പോ ഞാനാണോ കേസ് കൊടുത്തത്, നിങ്ങളാണോ കേസ് കൊടുത്തത്? യുവർ ഓണർ, ഞാൻ നിരപരാധിയാണ്. ഇദ്ദേഹം ദൈവത്തോട് കൂടുതൽ അടുക്കണമെന്ന് മാത്രമേ ഞാൻ ആഗ്രഹിച്ചിട്ടുള്ളൂ. ഞാൻ മാത്രമല്ല, ഇവിടെ ഇരിക്കുന്ന എല്ലാവരും ഇദ്ദേഹം ദൈവത്തോട് കൂടുതൽ അടുക്കണമെന്നാണ് ആഗ്രഹിക്കുന്നത്, അല്ലേ? നിങ്ങൾ ആഗ്രഹിക്കുന്നില്ലേ? അതെ. ഈ അഭിനയമൊന്നും ഈ കോടതിയിൽ നടക്കത്തില്ല. യുവർ ഓണർ, എന്റെ കക്ഷി തികച്ചും നിരപരാധിയാണ്. ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ആത്മാർത്ഥമായി സത്യസന്ധമായി പറഞ്ഞതാണ്. എന്റെ കക്ഷി ഒരു ദൈവവേദലാണ്. അതുകൊണ്ട് തന്നെ എന്റെ എതിർകക്ഷിയും ദൈവത്തിന്റെ പാതയിലേക്ക് കൊണ്ടുവരണമെന്ന് മാത്രം ആണ് അദ്ദേഹത്തിന്റെ ആഗ്രഹം. വധഭീഷണി മുഴക്കി എന്ന് പറഞ്ഞപ്പോൾ ആദ്യം കോടതി ഒന്ന് തെറ്റിദ്ധരിച്ചുവെങ്കിലും തോമാച്ചന്റെ ഉദ്ദേശശുദ്ധിയെ കോടതി മാനിക്കും. ദൈവത്തിൽ വിശ്വസിക്കുന്നവർ സ്നാനമെടുക്കണം എന്നത് ദൈവകൽപ്പനയാണ്. ആയതിനാൽ പുതുവർഷത്തിൽ ഗോപാലകൃഷ്ണൻ സ്നാനമെടുക്കണമെന്ന് ഈ കോടതി ഉത്തരവിട്ടു. 5-ാം ദിവസം ഓരോ ആഴ്ചയിൽ 1000 രൂപ തുകയായി പോത്തനാഴ്ച ഇടുന്നുകൊണ്ട് ഈ കോടതി ഉത്തരവിട്ടുകൊണ്ട് കേസ് തീർപ്പാക്കും.